അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ എൻ്റെ സഹപ്രവർത്തകരെ, ആദർശ വിശ്വാസിനികളെ, കൂട്ടുകാരെ, കുട്ടികളെ, വേദിയിൽ ഉപസ്ഥിതി നിൽക്കുന്ന വിശിഷ്ട അതിഥികളെ, പണ്ഡിതന്മാരെ, ഞങ്ങൾ കുശാൽ നഗർ കൊടകിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഞങ്ങൾ ഇവിടെ ഈ ആദർശത്തിൻ്റെ കുറേ ആൾക്കാരുണ്ട്. എന്നാൽ നമുക്ക് പ്രവർത്തിക്കാൻ ഒരു ശരിയായ ഒരു സംഘടനയില്ല. നമ്മൾ പലരും പല സ്ഥലത്തും പോയി ജോലി ചെയ്യുന്നവരാണ്. നമ്മൾ സ്ഥിരമായി കുശാൽ നഗരത്ത് ചിലപ്പോൾ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പ് നമുക്ക് വേണ്ടി ഇവിടെ ഒരു സംഘടന വേണം, നമ്മളെല്ലാവരും ചേർന്ന് ഈ ആദർശ പ്രബോധനം നടത്താൻ വേണ്ടി നമുക്ക് എല്ലാവരും ഒന്നിട്ട് മുന്നോട്ട് പോകണമെന്ന് നമ്മളെല്ലാവരും ചേർന്ന് ഒരു സദസ്സ് ചേർന്ന് എല്ലാം തീരുമാനിച്ച് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് പിന്നെ നമ്മളെ ആദർശം പണയം വെച്ച് നമ്മളിവിടെ തൽക്കാലം ഉള്ള പള്ളികളിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പോകേണ്ടി വന്നു. പല സമയത്തും നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ വരെ എത്തിത്തീർന്നു. നമ്മൾ പല രീതിയിലും ശ്രമിച്ചിട്ട് നമുക്കത് തീരെ പറ്റാത്ത സമയത്ത് പിന്നെ നമ്മൾ നിഷാദ് സ്വലാഹിയും മുനീർ ജാത്തി ഇവരുടെ അധ്യക്ഷതയിൽ നമ്മൾ പിന്നെ യോഗങ്ങളെല്ലാം ചേർന്ന് നമ്മളൊരു ട്രസ്റ്റ് രൂപീകരിച്ച് ഞങ്ങളിങ്ങനെ പോയാൽ പറ്റില്ല. നമുക്ക് ഒന്ന് എല്ലാവരും കൂടിച്ചേർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മൾ ആദർശം നമുക്ക് ഏറ്റുപിടിക്കേണ്ടതുണ്ട്. നമുക്കിങ്ങനെ ആരോട് എന്തെല്ലാം ചേർന്ന് ഒന്നും ചെയ്തിട്ട് എന്തോ ചെയ്തിട്ട് പോയാൽ പോരാ. നമ്മൾ ആദർശം നെഞ്ചിലേറ്റി നടക്കണം. അത് നമുക്ക് എല്ലാം തുറന്ന് പറയണം. സത്യം എന്താണെന്ന് എല്ലാ ജനങ്ങളും അറിയിക്കണം. ഇതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു പള്ളി വേണം, നമുക്ക് പ്രവർത്തിക്കണം, അതിനൊരു ബേസ് വേണമായിരുന്നു. അങ്ങനെ നമ്മൾ തീരുമാനിച്ച് നമ്മൾ ഒരു വർഷം മുമ്പ് നമ്മളൊരു ട്രസ്റ്റ് രൂപീകരിച്ചു. അൽ ഫുർഖാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. പിന്നെ നമ്മൾ പള്ളിയുമായിട്ട് സ്ഥലങ്ങൾ അന്വേഷിച്ച് നടന്നു. കുശാൽ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തിൽ നമ്മൾ ഒരു പുതിയ ലേഔട്ടിൽ അതിനുള്ള സ്ഥലം കണ്ടെത്തി. പിന്നെ നമ്മൾ ഈ ലോക്കൽ പ്രവർത്തകരെല്ലാം പണം സ്വരൂപിച്ച് നമ്മൾ ഒരു ചെറുതായി അഡ്വാൻസ് എല്ലാം കൊടുത്ത് പിന്നെ റമദാനായി നമ്മൾ പുറത്ത് കേരളത്തും പല സ്ഥലത്തുകളെല്ലാം പോയി നമ്മൾ പിരിവെല്ലാം നടത്തി. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ മാസം നമ്മൾ 12 സെൻറ്റ് സ്ഥലത്തിനുള്ള രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം നടന്നു. ഇപ്പോൾ നമ്മൾ ആ സ്ഥലത്തിൻ്റെ ഫോറം 3 എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ നമ്മളെ പേരിൽ മാറ്റി കിട്ടാനുള്ള അതിൻ്റെ ഇതിന് വേണ്ടി സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മളെ പള്ളീൻ്റെ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള ആർക്കിടെക്റ്റിനെല്ലാം ബന്ധപ്പെട്ട് കേരളത്തിൽ ബന്ധപ്പെട്ട് അതും എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ട്രസ്റ്റ് രൂപീകരിക്കുന്നതോടെ നമ്മളെ ലോക്കൽ പഞ്ചായത്തിൽ മദ്രസക്കുള്ള പെർമിഷൻ എടുത്ത് നമ്മൾ ആദർശം നമ്മളെ കുട്ടികൾക്ക് പച്ചയായി പഠിപ്പിക്കണം. നമ്മൾ എന്തോ പഠിച്ചു പോകരുത്, ഖുർആനും സുന്നത്തും അതിൻ്റെ ഇതിൽ പഠിക്കണമെന്ന് നമ്മൾ മദ്രസം തുടങ്ങി. 2023-24 വർഷത്തിൽ നമ്മൾ കുശാലനഗരത്തൊരു വീട് വാടകയ്ക്കെടുത്ത് സെൻറ്ററായി മാറ്റി. ആ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ മദ്രസ നടത്തി പോകുന്നത്. കഴിഞ്ഞ വർഷം ഏകദേശം 10-25ഓളം കുട്ടികൾ വിവിധ ക്ലാസ്സുകളായി പഠിക്കുകയായിരുന്നു. ഈ വർഷം നമുക്ക് 40-ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നും കൂടുതൽ കുട്ടികൾ വരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ സൗകര്യം കൊണ്ട് നമ്മൾ പരിമിതിപ്പെടുത്തി നമ്മൾ അത് മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ ട്രസ്റ്റ് രൂപീകരിച്ചതോടെ സെൻറ്ററും നിലവിൽ വന്നതോടെ നമ്മൾ ഇപ്പം ആഴ്ചയിൽ ഒരു ദിവസം ശനിയാഴ്ച ഖുർആൻ QLHS ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ അത് കൃത്യമായി മുടങ്ങാതെ നടന്നു പോകുന്നുണ്ട്. അതേ രീതിയിൽ ഇപ്പോൾ ഒരു 2-3 ആഴ്ചയായിട്ട് നമ്മൾക്ക് സ്ത്രീകൾക്കുള്ള ഖുർആൻ ക്ലാസ്സും എല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ ട്രസ്റ്റ് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത് നമ്മളിങ്ങനെ ഈ നമ്മൾ തിരക്കിൽപ്പെട്ട് നമ്മളിങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. പലരും കുശാലനടുത്താണെങ്കിലും നമുക്ക് കുറവാണ്. നമ്മൾ തമ്മിൽ നമ്മൾ ഇപ്പോൾ സദസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തിരിക്കുന്ന ആളാണ്, അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾ നമ്മൾ പരിചയമില്ല. നമ്മൾ
പരിചയമില്ലാതെ, നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. നമ്മൾ ഈ സത്യത്തിൻ്റെ ദൈവത്തെ മുമ്പോട്ട് കൊണ്ടുപോയി ഇത് എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിൽ നമ്മളൊരു അറിയുന്ന ഒരു കൂട്ടായ്മയാಗಿ നിൽക്കേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി നമ്മൾ തമ്മിൽ ഇതിൽ അറിയേണ്ട ആവശ്യമുണ്ട്. ഞങ്ങൾ ഈ ഫാമിലി മീറ്റും കൊണ്ട് അതും നമ്മളെ ഒരു ഉദ്ദേശമാണ്. നമ്മൾ ഈ സദസ്സ് പിരിഞ്ഞു പോകുന്ന സമയത്ത് ഇവിടെ ഒരാൾ അറിയാത്ത ആളായിട്ട് ഉണ്ടാവരുതെന്നുള്ള നമ്മളൊരു ഉദ്ദേശമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പലതും സലാമിലും നമ്മൾ ഈ ഗ്രൂപ്പിലും ഇങ്ങനെ മെസ്സേജ് ഇടുമല്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് ഒരാളെ പരിചയക്കുറവാണ്. അത് നമ്മൾ ഈ പരിപാടി അവസാനിക്കുന്നതോടെ ആ പ്രശ്നം നീങ്ങണം ഇതെന്ന് നമ്മളെ ഉദ്ദേശമാണ്. ഇത്രയോ എനിക്ക് ഈ അധ്യക്ഷനായിട്ട് ആദ്യമായി സ്റ്റേജിൽ കയറി പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ പലതും സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ അതേ രീതിയിൽ നമുക്കിതിന് മുമ്പിൽ എങ്ങനെ കൊണ്ടുപോകണം, നമ്മളെ കുശാൽ നഗരത്ത് ഈ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഏത് രീതിയിലാണ് പിന്നെ ഒരു മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എല്ലാം ഇന്ന് പണ്ഡിതന്മാരെ വിശദമായി ഇതിനെ പറ്റി സംസാരിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് ഇതാണ് നമ്മളെ ഈ പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ എല്ലാം കാര്യങ്ങളും നമ്മളെ ഇന്നത്തെ ഈ കൂട്ടിച്ചേരലും അള്ളാഹു ഒരു സാലിഹായ അമലാക്കി സ്വീകരിക്കുമാറാട്ടെ. എന്നെ ഇത്രയും സംസാരിക്കാൻ ഈ ദൗത്യമേൽപ്പിച്ചതിന് നിർവഹിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇതോടെ അവസാനിപ്പിക്കുന്നു. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ പരിപാടിയെ ഔദ്യോഗികമായി തുടങ്ങാൻ വേണ്ടി ഞാൻ നമ്മളെ വിസ്ഡം സോൺ അധ്യക്ഷരെ ക്ഷണിച്ചുകൊള്ളുന്നു. അനീഫ് സാഹിബിന്